നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. തൃശൂരിലെ തോൽവിക്ക് കാരണം പൂരമല്ലെന്ന് KPCC. അൻവർ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നുകഴിഞ്ഞുവെന്ന് EP ജയരാജൻ. ആളൂരിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റ്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം നാളെ. വിവാദം തിരുപ്പതിയിൽ ശുദ്ധിക്രിയകൾ നടത്തി. ഗീതാ ദിവാകരൻ രചിച്ച കാലം കനിഞ്ഞ കനവുകൾ പ്രകാശനം ചെയ്തു. മലയാള സിനിമയുടെ കാരണവർക്ക് ഇന്ന് പിറന്നാൾ മധുരം. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. മകൾ ആശ ലോറൻസ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഹർജിയിൽ തീരുമാനം പിന്നീടുണ്ടാകും. എത്രയും വേഗം വിഷയത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് കോടതി പറഞ്ഞു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറാനാണ് തീരുമാനിച്ചിരുന്നത്. ഇതിനെതിരെയാണ് ആശ ലോറൻസ് ഹർജി സമർപ്പിച്ചത്. മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കാൻ പോലീസ് സംരക്ഷണം നൽകണമെന്നും ആശ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന കാര്യം പിതാവ് തങ്ങളോട് പറഞ്ഞിട്ടില്ലെന്നാണ് ആശ ലോറൻസിന്റെ വാദം. തനിക്ക് ഇതേപ്പറ്റി അറിയില്ലെന്നും ഇങ്ങനെ ഒരു കാര്യത്തിന് എല്ലാ മക്കളുടെയും സമ്മതം ആവശ്യമാണെന്നും ആശ പറയുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജിൽ വൈദ്യപഠനത്തിന് നൽകുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും കോടതി ഇടപെട്ട് ഇത് തടയണമെന്നും ആശ ലോറൻസ് ആവശ്യപ്പെടുന്നു. അതേസമയം ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് സഹോദരൻ സജീവൻ ആരോപിച്ചു. ഹർജി കൊടുപ്പിച്ചത് BJPക്കാരാണ്. മൃതദേഹം കൈമാറുന്നതിനുള്ള സമ്മതപത്രം കൊടുത്തുകഴിഞ്ഞു. പിതാവ് എക്കാലവും കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും സജീവൻ പറഞ്ഞു. പിതാവിന്റെ മൃതദേഹം വിട്ടു നൽകുന്നതിനുള്ള സമ്മതപത്രം താനും മറ്റൊരു സഹോദരിയും ചേർന്ന് നൽകിയിട്ടുണ്ട്. മൃതദേഹം വിട്ടു നൽകുന്നതിന് പിതാവും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇക്കാര്യം തന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ആശ ഇതുമാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇതിന് മുൻകാല ചരിത്രവുമുണ്ട്. മുൻപ് പിതാവിന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ ആശ രംഗത്ത് വന്നതാണ്. അതിനു പിന്നിൽ ചില ആളുകൾ ഉണ്ടായിരുന്നുവെന്നും സജീവൻ വ്യക്തമാക്കി. തൃശൂരിലെ തോൽവിക്ക് കാരണം പൂരമല്ലെന്ന് KPCC. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരന്റെ തോൽവിക്ക് കാരണം പൂരം വിവാദമല്ലെന്ന് KPCC ഉപസമിതി റിപ്പോർട്ട്. ലോക്സഭാ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ KPCC നിയോഗിച്ച സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പൂരം വിവാദത്തിന് പിന്നിൽ CPM BJP അന്തർധാരയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം KPCC ഉപസമിതിയുടെ റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നതായി BJP നേതാവ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ഈ റിപ്പോർട്ട് VD സതീശൻ അംഗീകരിക്കില്ലെന്നും ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയാണെങ്കിൽ പൂരം കലക്കിയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന സതീശന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നുകഴിഞ്ഞുവെന്ന് EP ജയരാജൻ. PV അൻവർ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നു കഴിഞ്ഞുവെന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പറയാനുള്ളത് അൻവറും പാർട്ടിയും പറഞ്ഞു കഴിഞ്ഞു. മാധ്യമങ്ങൾക്ക് എന്തും വ്യാഖ്യാനിക്കാം. പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി അനാവശ്യ വിവാദം ഉണ്ടാക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കണമെന്നും EP ജയരാജൻ പറഞ്ഞു. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു അൻവർ വിഷയം മാധ്യമങ്ങൾ ഉന്നയിച്ചത്. ഇതിനോടായിരുന്നു EPയുടെ പ്രതികരണം. മാധ്യമങ്ങൾ ഗുണകരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണം. അൻവറും മുഖ്യമന്ത്രിയും പാർട്ടിയും നിലപാട് വ്യക്തമാക്കിയതോടെ ആ വിഷയം തീർന്നു. എന്നാൽ ചിലർക്ക് മാത്രം വ്യക്തതയുണ്ടാകില്ല. അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. അവശേഷിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അതിന് വ്യക്തത വരും. എല്ലാവർക്കും എല്ലാം ബോധ്യപ്പെടും. എന്നാൽ ബോധ്യപ്പെടാതെ ഉറക്കം നടിച്ചിരിക്കുന്നവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ഉള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറയുക എന്നതാണ് തങ്ങളുടെ കർത്തവ്യം. തങ്ങളുടെ ഹൃദയം വിശാലമാണ്. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി ജനങ്ങളോട് പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ അവർ സ്വയം മനസ്സിലാക്കണം. പാർട്ടി അംഗങ്ങൾക്കായിരിക്കും പാർട്ടി അച്ചടക്ക നടപടിയെന്നും മാധ്യമപ്രവർത്തകർക്ക് പാർട്ടി അച്ചടക്കം ബാധകമാക്കാൻ പറ്റുമോ എന്നും EP ജയരാജൻ ചോദിച്ചു. ആളൂരിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റ്. ആളൂരിൽ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ച അധ്യാപകൻ അറസ്റ്റിൽ. ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ എടുത്തെന്നാണ് പരാതി. വെള്ളാഞ്ചിറ സ്വദേശി ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 ട്യൂഷൻ സെന്ററുകളുടെ ഉടമയാണ് ശരത്ത്. പെൺകുട്ടി സുഹൃത്തിനോടാണ് പീഡനത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. പിന്നീട് പോലീസിൽ പരാതി നൽകി.
3 വർഷമായി ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. നഗ്നചിത്രങ്ങൾ ശരത്തിന്റെ കൈവശം ഉള്ളതിനാലാണ് പെൺകുട്ടി പരാതി നൽകാതിരുന്നത്. ആരോടെങ്കിലും പറഞ്ഞാൽ നഗ്നചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ശരത്ത് ഭീഷണിപ്പെടുത്തിയിരുന്നു. പെൺകുട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ശരത്താണ്. പോലീസ് പിടിയിലാകുന്നതിനു മുൻപ് ഫോണിൽ നിന്ന് പെൺകുട്ടിയുടെ ചിത്രങ്ങൾ ശരത്ത് ഡിലീറ്റ് ചെയ്തു. തെളിവുകൾ ശേഖരിക്കാനായി ഫോൺ പരിശോധനയ്ക്കായി അയച്ചു. +2 പഠിക്കുമ്പോഴാണ് പീഡനം തുടങ്ങിയത്. പിന്നീട് പെൺകുട്ടി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിനായി പോയപ്പോൾ സുഹൃത്തിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. സുഹൃത്തിന്റെ സഹായത്തോടെയാണ് പരാതി നൽകിയത്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം നാളെ. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സെപ്റ്റംബർ 24-ന് കാലത്ത് 10 മണിക്ക് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിക്കും. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന LDF സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക വകുപ്പിന്റെ ഫണ്ടും സീവിയർ ചിറ്റിലപ്പള്ളി MLA-യുടെ ആസ്തി വികസന ഫണ്ടും സംയോജിപ്പിച്ച് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി ആരംഭിച്ച സാഹചര്യത്തിൽ പദ്ധതിയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനമായ പ്രചരണം നടക്കുകയും നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിനെതിരെയാണ് ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിക്കുന്നത്. ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനത്തിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നിലപാട് തിരുത്തുക, നാടിന്റെ പൊതുവികസന പ്രവർത്തനത്തിൽ രാഷ്ട്രീയ വൈരം കലർത്താതിരിക്കുക, സ്കൂൾ ഗ്രൗണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി 12 മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, ജനപ്രതിനിധികൾ, ഗ്രന്ഥശാല പ്രവർത്തകർ, യുവജനങ്ങൾ, കലാ-സാംസ്കാരിക പ്രവർത്തകർ, വ്യാപാരി സുഹൃത്തുക്കൾ, പൊതുപ്രവർത്തകർ തുടങ്ങി നാനാവിഭാഗങ്ങളിൽപ്പെട്ടവർ ഗ്രൗണ്ട് സംരക്ഷണത്തിൽ അണിനിരക്കുമെന്ന് ഡിവൈഎഫ്ഐക്ക് വേണ്ടി പ്രസിഡന്റ് KR പ്രശാന്ത്, ട്രഷറർ AD അജി, ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, വൈസ് പ്രസിഡന്റ് മഹേഷ് M മോഹനൻ, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം SB ഐശ്വര്യ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അജയ് മോഹൻ, MR അനന്തു, PC അനീഷ്, NU ഉജീഷ് തുടങ്ങിയവർ അറിയിച്ചു. വിവാദം തിരുപ്പതിയിൽ ശുദ്ധിക്രിയകൾ നടത്തി. തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസക്തമായ ലഡുപ്രസാദത്തിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും ഉപയോഗിച്ചു എന്ന ആരോപണം നിലനിൽക്കെ ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയകൾ നടത്തി. വലിയൊരു സംഘം പൂജാരിമാരുടെ സാന്നിധ്യത്തിൽ മഹാശനി ഹോമമാണ് നടത്തിയത്. ഇതുവഴി മായം കലർത്തലിന്റെ ദൂഷ്യഫലങ്ങൾ ഒഴിഞ്ഞുപോകുമെന്നും ലഡുപ്രസാദത്തിന്റെ പവിത്രത തിരിച്ചുകിട്ടുമെന്നും ഭക്തരുടെ ക്ഷേമം ഉറപ്പാക്കാൻ സാധിക്കുമെന്നുമാണ് ക്ഷേത്രം അധികൃതർ അവകാശപ്പെടുന്നത്. ആന്ധ്രാപ്രദേശ് സർക്കാരിന് കീഴിലുള്ള തിരുമല തിരുപ്പതി ദേവസ്ഥാനമാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത്. 4 മണിക്കൂർ ദീർഘിച്ച പൂജയിൽ ലഡു ഉണ്ടാക്കുന്ന അടുക്കളയ്ക്കാണ് പ്രത്യേക ശ്രദ്ധ നൽകിയതെന്ന് ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്യാമള റാവു അറിയിച്ചു. പശുവിൻ പാലിൽ നിന്നുള്ള നെയ്യ് ഉപയോഗിച്ചാണ് ലഡു തയ്യാറാക്കേണ്ടത്. ഇതിൽ പന്നിയുടെ കൊഴുപ്പും മീനെണ്ണയും കലർന്നു എന്നായിരുന്നു ആരോപണം. ശുദ്ധമായ പശുവിൻ പാലിന്റെ നെയ്യ് ശേഖരിക്കുന്നതിനു പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതുവഴി ലഡുവിന്റെയും മറ്റു പ്രസാദങ്ങളുടെയും രുചി വർദ്ധിക്കുമെന്നും ശ്യാമള റാവു പറഞ്ഞു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെയാണ് മുൻ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡിയെ ലക്ഷ്യമിട്ട് മൃഗക്കൊഴുപ്പ് ആരോപണം ഉന്നയിച്ചത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിൽ നിന്നുള്ള പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഗീതാ ദിവാകരൻ രചിച്ച കാലം കനിഞ്ഞ കനവുകൾ പ്രകാശനം ചെയ്തു. ഗീതാ ദിവാകരൻ രചിച്ച കാലം കനിഞ്ഞ കനവുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രശസ്ത ഗാനരചയിതാവുമായ വയലാർ ശരത് ചന്ദ്രവർമ്മ നിർവഹിച്ചു. അക്കിത്തത്തിന്റെ മകൾ ഇന്ദിര അന്തർജനം ആദ്യ പ്രതി ഏറ്റുവാങ്ങി. മഹാകവി അക്കിത്തം സ്മാരക മാതൃഭാഷാ സാഹിത്യ ദേശീയ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആലുവയിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. വൈലോപ്പള്ളി അവാർഡ് ജേതാവ് NS സുമേഷ് കൃഷ്ണൻ, അക്കിത്തത്തിന്റെ മക്കളായ നാരായണൻ നമ്പൂതിരി, ഇന്ദിര അന്തർജനം തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണ് പുസ്തക പ്രകാശനത്തിലൂടെ നടന്നതെന്ന് ഗീതാ ദിവാകരൻ പറഞ്ഞു. മലയാള സിനിമയുടെ കാരണവർക്ക് ഇന്ന് പിറന്നാൾ മധുരം. വെള്ളിത്തിരയിലെ മധുമന്ദഹാസം മലയാള സിനിമയുടെ കാരണവരായ മാധവൻ നായർ എന്ന മധുവിനിന്ന് 91-ാം പിറന്നാൾ. പകർനാട്ടങ്ങളിലൂടെ ആസ്വാദക മനസ്സിൽ ഇടം നേടിയ മഹാനടന് മലയാള സിനിമയുടെ കാരണവരായ മാധവൻ നായർ എന്ന മധു. മലയാളത്തെ വിസ്മയിപ്പിച്ച നാട്യവിസ്മയം പ്രേക്ഷക മനസ്സിൽ ചിരപ്രതീക്ഷ നേടിയിട്ട് 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും തനിക്ക് പാകമായ വേഷങ്ങളെത്തിയാൽ ഇപ്പോഴും ഒരു കൈ നോക്കാമെന്ന് ചെറു മന്ദഹാസത്തോടെ അദ്ദേഹം പറയും. തിരുവനന്തപുരം കണ്ണാമൂലയിലെ ശ്രീഭവനത്തിൽ കഴിയുന്ന പ്രിയ താരത്തിന് ജന്മദിനത്തിൽ പ്രത്യേക ആഘോഷ പരിപാടികളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇതിനോടകം 450-ൽ പരം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം 12 സിനിമകൾ സംവിധാനം ചെയ്യുകയും 15 സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു.
മലയാള സിനിമാ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് 2004 കേരള സർക്കാർ JC ഡാനിയൽ അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കലാരംഗത്തെ സംഭാവനകൾക്ക് 2013 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി സാംസ്കാരിക രംഗത്തും മധു നിറഞ്ഞു നിൽക്കുന്നു. തിരുവനന്തപുരം മേയറായിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും തങ്കമണിയുടെയും മൂത്തപുത്രനായി 1933 സെപ്റ്റംബർ 23 ജനനം. പഠനകാലത്ത് നാടകരംഗത്ത് സജീവമായിരുന്നെങ്കിലും പിന്നീട് കലാപ്രവർത്തനങ്ങൾക്ക് അവധി നൽകി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ബിരുദവും തുടർന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 1957 മുതൽ 1959 വരെയുള്ള കാലഘട്ടത്തിൽ നാഗർകോവിലെ ST ഹിന്ദു കോളേജിലും സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലും ഹിന്ദി അധ്യാപകരായും സേവനമനുഷ്ഠിച്ചു. ഒരിക്കൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പരസ്യം പത്രത്തിൽ കണ്ട അദ്ദേഹം തന്റെ പഴയ സിനിമാ മോഹവും ചേർത്ത് പിടിച്ച് ഡൽഹിക്ക് വണ്ടി കയറി. 1959 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയായ മധു തന്റെ ജോലി രാജിവെച്ച് സിനിമയിലേക്ക് പോകുന്നതിൽ വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. ഡൽഹിയിലെ പഠനകാലത്താണ് അടൂർബാസി വഴി രാമ കാര്യാട്ടുമായി അടുപ്പത്തിലാവുന്നത്. അത് പിന്നീട് സിനിമാ ബന്ധങ്ങൾക്കും വഴിമരുന്നിട്ടു. ഇടയ്ക്ക് ഡൽഹിയിലെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ട നാടകങ്ങൾ അവതരിപ്പിക്കുന്നതിൽ മധു മുന്നിലുണ്ടായിരുന്നു. ഡൽഹി കോർപ്പറേഷൻ എല്ലാ വർഷവും വിവിധ ഭാഷകളിൽ നിന്നുള്ള നാടകങ്ങൾ ഉൾപ്പെടുത്തി നാടക മത്സരം നടത്തിയിരുന്നു. 1961 അത്തരത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മത്സരത്തിൽ 14 ഭാഷകളിൽ നിന്നുള്ള നാടകങ്ങളെ പിന്തള്ളി മധു സംവിധാനം ചെയ്ത മെഴുകുതിരി എന്ന നാടകം മികച്ചതായി. പഠനം പൂർത്തിയാക്കിയ ശേഷം നാടകരംഗത്ത് സജീവമാകാനായിരുന്നു ഉദ്ദേശമെങ്കിലും 1962 മാധവൻ നായർ എന്ന മധു മലയാള ചലച്ചിത്ര ലോകത്തേക്ക് നടന്നു കയറി. നിണമണിഞ്ഞ കാൽപ്പാടുകൾ ചിത്രീകരണം മദ്രാസിയിൽ നടക്കുമ്പോഴാണ് നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായർ ആ ചിത്രത്തിലേക്ക് മധുവിനെ ക്ഷണിക്കുന്നത്. അത് ആദ്യ സിനിമയായി. ശത്രുസൈന്യത്തിന്റെ വെടിയേറ്റ് മരിക്കുന്ന സ്റ്റീഫൻ എന്ന കഥാപാത്രമാണ് മധു അഭിനയിച്ചത്. നസീറിന്റെ കൂട്ടുകാരനായ പട്ടാളക്കാരനായി ഏതാനും രംഗങ്ങളിൽ മാത്രം സത്തിനു വേണ്ടി കരുതിവെച്ച റോളിലായിരുന്നു അരങ്ങേറ്റം. ഇതോടൊപ്പം മൂടുപടത്തിലും കഥാപാത്രമായി. സത്യനും പ്രേം നസീറും നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് സിനിമയിലേക്ക് എത്തിയെങ്കിലും അധികം വൈകാതെ സ്വസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ സ്വന്തമായൊരിടം നേടിയെടുക്കുവാൻ മധുവിനായി. ശുഭിത യൗവനവും പ്രണയാതുരനായ കാമുകനുമായൊക്കെയായി അദ്ദേഹം പ്രേക്ഷകരുടെ മനം കവർന്നു. എന്റർടൈം ന്യൂസ് എനി ടൈം. വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാകുന്നു. വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാകുന്നു. രാത്രികാലങ്ങളിലാണ് ഇവ കൂട്ടമായി നാടിറങ്ങുന്നത്. കാട്ടുപന്നികൾ കൂട്ടമായി റോഡിൽ ഇറങ്ങുന്നത് മൂലം ഏറെ ദുരിതമാവുന്നത് ഇരുചക്രവാഹനങ്ങൾക്കാണ്. തെക്കുംകര പഞ്ചായത്തിലെ മങ്കര, വടക്കാഞ്ചേരി, മുള്ളൂർക്കര, എരുമപ്പെട്ടി, ദേശമംഗലം, വേലൂർ, വാഴാനി, പാർലിക്കാട് എന്നീ പ്രദേശങ്ങളിൽ പന്നിശല്യം രൂക്ഷമാണ്. ഈ പ്രദേശങ്ങളിൽ രാത്രിയിലുള്ള യാത്ര സുരക്ഷിതമല്ല. മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ കൊല്ലുന്നതിന് വനം വന്യജീവി വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. നിലമ്പൂരിൽ വനം വകുപ്പിന്റെ പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് കയർത്ത് PV അൻവർ. നിലമ്പൂരിൽ വനം വകുപ്പിന്റെ പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് കയർത്ത് PV അൻവർ MLA. വനംവകുപ്പ് റേഞ്ച് ഓഫീസറോടാണ് അൻവർ തട്ടിക്കയറിയത്. വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. നിലമ്പൂർ അരുവാക്കോട് വനം ഓഫീസിലെ ഉദ്ഘാടനത്തിനെത്തിയ MLAയുടെ വാഹനം മാറ്റി നിർത്താൻ ഒരു ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതാണ് അൻവറിനെ ചൊടിപ്പിച്ചത്. വാഹനം ആദ്യം ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തെങ്കിലും മാറ്റിയിടണമെന്നും പറഞ്ഞു. വീണ്ടും മാറ്റിയിട്ടപ്പോൾ അവിടെ നിന്നും മാറ്റിയിടാൻ പറഞ്ഞുവെന്നാണ് ആരോപണം. ഈ കാര്യം PV അൻവർ പരിപാടി കഴിഞ്ഞെത്തിയപ്പോൾ ഡ്രൈവർ അറിയിക്കുകയായിരുന്നു. തുടർന്ന് വണ്ടി മാറ്റിയിടാൻ പറഞ്ഞ ഓഫീസർ ആരാണെന്ന് ചോദിച്ച അൻവർ ഓഫീസിലേക്ക് എത്തി. എന്നാൽ ഓഫീസർ അവിടെ ഇല്ലെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു. തുടർന്നാണ് റേഞ്ച് ഓഫീസറോട് അൻവർ കയർത്ത് സംസാരിച്ചത്. തന്നോടുള്ള വിരോധത്തിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായതെന്നാണ് അൻവർ പറയുന്നത്. ഇടവേള. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി.
സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന പരിശോധന ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിപ വ്യാപനം കൂടുതൽ മെയ് സെപ്റ്റംബർ ആണെന്നും അതുവരെ ജാഗ്രത തുടരണമെന്നും നിർദ്ദേശവും ഉണ്ടായിരുന്നു. പ്രകൃതിയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എംപോക്സ് സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. രണ്ടാമതൊരാൾക്ക് ഇല്ല എന്നത് ഉറപ്പുവരുത്തിയാണ് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഇന്ന് ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയുമാണ് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന് 55,840 രൂപയും ഗ്രാമിന് 6,980 രൂപയുമാണ് ഇന്നത്തെ വിപണി വില. രാജ്യാന്തര വിപണിയിൽ ഔൺസിന് $2,600 മുകളിലേക്ക് എത്തിയതോടെയാണ് ഇന്ത്യൻ വിപണിയിലും സ്വർണ്ണവില കുതിച്ചുയർന്നത്. ഈ മാസം ഇതുവരെ ഒരു പവന് 2,480 രൂപയാണ് കൂടിയത്. 10% പണിക്കൂലിയുള്ള ഒരു പവൻ സ്വർണം ആഭരണ രൂപത്തിൽ ലഭിക്കാൻ 3% GSTയും ചേർത്ത് 63,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. രാജ്യതലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി അതിഷി ചുമതലയേറ്റു. രാജ്യതലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി അതിഷി ചുമതലയേറ്റു. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്നാണ് അതിഷി മുഖ്യമന്ത്രിയായത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ 4 മാസം അതിഷി പദവിയിലുണ്ടാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒഴിഞ്ഞ കസേര അതിഷി തന്റെ സീറ്റിന് അടുത്തായി ഓഫീസിൽ സ്ഥാപിച്ചു. കേജ്രിവാളിന്റെ അടയാളമായാണ് കസേര സ്ഥാപിച്ചതെന്ന് അതിഷി പറഞ്ഞു. ഈ കസേര പ്രതിനിധീകരിക്കുന്നത് കേജ്രിവാളിനെയാണ്. 4 മാസത്തിന് ശേഷം ഡൽഹിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്ന് വിശ്വാസമുണ്ട്, അതിഷി പറഞ്ഞു. ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്തുവെങ്കിലും ധനം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള 13 വകുപ്പുകൾ അതിഷി തന്നെ വഹിക്കും. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഓട്ടുപാറ പരുത്തിപ്പറയിൽ വാഹനാപകടം. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഓട്ടുപാറ പരുത്തിപ്പറയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെർപ്പുളശ്ശേരിയിൽ നിന്നും പാലായിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു. എതിർദിശയിലുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് കാർ നിൽക്കുകയും കാർ ഇടിച്ചതിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് തകരുകയും ചെയ്തു. CPM ഓട്ടുപാറ ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഴീക്കോടൻ രക്തസാക്ഷി ദിനം ആചരിച്ചു. CPM ഓട്ടുപാറ ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഴീക്കോടൻ രക്തസാക്ഷി ദിനം ആചരിച്ചു. സേവിയർ ചിറ്റിലപ്പള്ളി MLA പതാക ഉയർത്തി. CPM ഓട്ടുപാറ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി AD അജി, CITU നേതാക്കളായ KA അലി, KA മുഹമ്മദ് അലി, പാർട്ടി അംഗങ്ങളായ E സുരേഷ്, മൊയ്തീൻകുട്ടി, ശാന്തകുമാരി, വിനോദ്, രാമദാസ് എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെയും തൃശൂർ ആര്യ ഐ കെയർ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തിമിര വിമുക്ത നഗരമാക്കുകയെന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂർ ആര്യ ഐ കെയർ ആശുപത്രിയുടെ സഹകരണത്തോടെ എല്ലാ മാസവും നടത്തിവരുന്ന വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷനുകളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. 16, 17, 18, 19 ഡിവിഷനുകളിലാണ് ക്യാമ്പ് നടന്നത്. എങ്കേക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ OR ഷീല മോഹൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരുപാട് ഞാൻ മെമ്പറായി വന്ന ആ കാലം മുതൽ ലയൺസ് ക്ലബിൻ്റെ ഒരുപാട് പരിപാടികളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് സമകാലിക പ്രാധാന്യമുള്ള ഏതൊരു വിഷയത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഏതൊരു ആവശ്യങ്ങളെക്കുറിച്ചും ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക. സിംഹത്തെ പോലെ തന്നെ സിംഹം ഇരപിടിക്കുന്നത് സിംഹത്തിന് വേണ്ടി മാത്രമല്ല, മറ്റു ജീവികൾക്ക് കൂടി വേണം. അതുപോലെ തന്നെയാണ് ഈ ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളും. അവർ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. പാവപ്പെട്ട ആളുകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ അറിവിൽ തന്നെ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ഡിവിഷനിലുള്ള ഒരു കുട്ടീനെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത്, അതുപോലെ തന്നെ മരുന്നില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് നമ്മുടെ ലയൺസ് ക്ലബ് പ്രസിഡന്റ് AP ജോൺസൺ അധ്യക്ഷത വഹിച്ചു. 41 ഡിവിഷനുകളിലും മേഖലകളാക്കി 4 വീതം ഉള്ള തിരിച്ച് മേഖലകളാക്കി നമ്മൾ എല്ലാ മാസവും ഐ ക്യാമ്പ് നടത്തുകയാണ്. അതിൽ അർഹരായിട്ടുള്ളവരെ നമുക്ക് സർജറിക്ക് കൊണ്ടുപോകും. അത് ആര്യ ഐ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്.
അപ്പോൾ എന്തായാലും ഇത്തരം സംരംഭത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഡിവിഷൻ കൗൺസിലർ ഷീല എസ് കൃഷ്ണ മുഖ്യ അതിഥിയായി. 18ാം ഡിവിഷൻ കൗൺസിലർ വിജേഷ്, ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രിൻസ് തോമസ്, സെക്രട്ടറി വിൽസൺ കുന്നമ്പിള്ളി, ട്രഷറർ നൈസിൽ യൂസഫ്, സോൺ ചെയർപേഴ്സൺ NA നസീർ, PN ഗോകുലൻ, CA ശങ്കരൻകുട്ടി, ലയൺസ് പ്രസിഡന്റ് പ്രിൻസി ജോൺസൺ, ജിജി വിൽസൺ, ഫൗസിയ നസീർ, ലിയോ, പ്രസിഡന്റ് ജിസ്നി ജോൺസൺ എന്നിവർ സംസാരിച്ചു. 100ഓളം പേർ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിരുന്നതിൽ 25ഓളം പേരെ ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു. പത്മശ്രീ ഡോക്ടർ PR കൃഷ്ണകുമാർ സ്മരണാർത്ഥം രൂപവൽക്കരിച്ച 3ാമത് ഗുരുസ്മൃതി പുരസ്കാരം രാജീവ് വാസുദേവന് സമ്മാനിച്ചു. പത്മശ്രീ ഡോക്ടർ PR കൃഷ്ണകുമാർ സ്മരണാർത്ഥം രൂപവൽക്കരിച്ച കൃഷ്ണായനം സാംസ്കാരിക സംഘടനയും PNNM ആയുർവേദ കോളേജും സംയുക്തമായി നൽകുന്ന 3ാമത് ഗുരുസ്മൃതി പുരസ്കാരം രാജീവ് വാസുദേവന് സമ്മാനിച്ചു. 1,00,000 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. അപ്പോളോ ആയുർവേദ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറും CEO-യുമാണ് രാജീവ് വാസുദേവൻ. ആയുർവേദത്തെ ലോകനെറുകയിലെത്തിച്ച കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി MD-യും അവിനാശിലിംഗം യൂണിവേഴ്സിറ്റി ചാൻസലറുമായിരുന്ന ഡോക്ടർ PR കൃഷ്ണകുമാറിന്റെ ശിഷ്യഗണങ്ങളും അഭ്യുദയകാംക്ഷികളും ചേർന്ന് രൂപവൽക്കരിച്ച സംഘടനയാണ് കൃഷ്ണായനം. ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജിൽ വെച്ച് നെഹ്റു ഗ്രൂപ്പ് മേധാവി അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസ് അവാർഡ് ശ്രീ രാജീവ് വാസുദേവന് സമർപ്പിച്ചു. കൃഷ്ണായനം കൺവീനർ സന്ധ്യ മണ്ണത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി മാത്യു, ഡോക്ടർ അർജുൻ M, PM ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ അഭിറാം, ഡോക്ടർ കൃഷ്ണപ്രസാദ് PS എന്നിവർ പ്രസംഗിച്ചു. രാജീവ് വാസുദേവൻ മറുപടി പ്രസംഗം നടത്തി. ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിൻ പദ്ധതി പ്രകാരം വ്യാസ NSS കോളേജിൽ ഇലക്ട്രിക് നാപ്കിൻ ഇൻസിനറേറ്റർ സ്ഥാപിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിൽ സ്വച്ഛ ഭാരത് മിഷൻ 2.0ന്റെ ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിൻ പദ്ധതി പ്രകാരം വ്യാസ NSS കോളേജിൽ ഇലക്ട്രിക് നാപ്കിൻ ഇൻസിനറേറ്റർ സ്ഥാപിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാനിറ്ററി നാപ്കിനുകളുടെ ശാസ്ത്രീയമായ സംസ്കരണം ലക്ഷ്യമിട്ടാണ് ഇൻസിനറേറ്റർ സ്ഥാപിക്കുന്നതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ജ്യോതിർമണി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ OR, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല BAM, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, നഗരസഭാ ജീവനക്കാർ, ശുചിത്വ മിഷൻ, യങ് പ്രൊഫഷണൽ റോഷൻ MR എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. എനിടൈം ന്യൂസ് മാർക്കറ്റിംഗ് മാനേജറായി VM ധർമ്മപാലൻ ചുമതലയേറ്റു. എനിടൈം ന്യൂസ് മാർക്കറ്റിംഗ് മാനേജറായി VM ധർമ്മപാലൻ ചുമതലയേറ്റു. എനിടൈം ന്യൂസ് ചെയർമാൻ ഋഷി പൽപു ധാരണാപത്രം കൈമാറി. എനിടൈം ന്യൂസ് ചീഫ് എഡിറ്റർ രാജശേഖരൻ കടമ്പാട്ട്, എഡിറ്റർമാരായ ദിലീപ്, നിതിൻ സുഭാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. തൃശൂരിലെ തോൽവിക്ക് കാരണം പൂരമല്ലെന്ന് KPCC. അൻവർ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നുകഴിഞ്ഞുവെന്ന് EP ജയരാജൻ. ആളൂരിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റ്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം നാളെ. വിവാദം തിരുപ്പതിയിൽ ശുദ്ധിക്രിയകൾ നടത്തി. ഗീതാ ദിവാകരൻ രചിച്ച കാലം കനിഞ്ഞ കനവുകൾ പ്രകാശനം ചെയ്തു. മലയാള സിനിമയുടെ കാരണവർക്ക് ഇന്ന് പിറന്നാൾ മധുരം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.